ഇതെന്താ ഇത്? എല്ലാ ബോംബും അവിടെ വെച്ച് പൊട്ടുവാണല്ലോ. കൃഷ്ണേ, ഏതു ശക്തിയാണ് നമ്മുടെ ശക്തികളെ തടയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ദാക്ഷായണി. അഗ്നിവർഷ മന്ത്രം പ്രയോഗിക്കാം. എന്താണ് കൃഷ്ണേ, നമ്മുടെ ശക്തികളൊന്നും ഫലപ്പെടുന്നില്ലല്ലോ. എന്തോ ഒരു തടസ്സമുണ്ടെന്ന് തോന്നുന്നു ദാക്ഷായണി. ഇവിടെ ആരോ ഉള്ളതുപോലെയുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല. ഈ ക്ഷണം തന്നെ നമുക്ക് ഇവിടുന്ന് പോയേ മതിയാകൂ. വരൂ കൃഷ്ണേ. അപ്പൊ നീയാണല്ലേ ഞങ്ങളുടെ നേരെ ബോംബ് എറിഞ്ഞത്? പിന്നെ ആരാ? പിന്നെ ആരാ? അതെ ശൈലു, ഞാൻ പറയുന്നത് കേൾക്ക്. ഇവൻ എന്റെ അനിയത്തിയുടെ ഫ്രണ്ടാ, അജിത്ത് എന്നാ പേര്. ഓ ആണോ? ഏയ്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനോട്ട്. ഇങ്ങോട്ട് വാ. എന്താ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞ. എന്റെ ഗുരു, എന്താ ഇത്? എന്താ ഇതൊക്കെ? ആരാ അത്? എനിക്കൊരു ചെറിയ ക്ലൂ പോലും തന്നില്ലല്ലോ നീ. എവിടെ നിന്നൊക്കെ ഫയർ വരുന്നു, എന്തൊക്കെയോ വരുന്നു. ഇതെന്താ റിയാലിറ്റി ഷോ ആണോ അതോ ഡെഡ്ലി ഷോ ആണോ? ഇത്രയും ഡേഞ്ചർ ആണെങ്കിലേ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ മുഖത്തെ ഞാൻ വന്ന് വീണിരുന്നെങ്കിലോ? എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് പറ്റില്ല. അയ്യോ, ഇത് അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും ഇല്ല. ഒന്നും സംഭവിക്കില്ല. ഇത് നമ്മുടെ ക്യാമറയിൽ കാണുമ്പോ എങ്ങനെ ഉണ്ടാവുന്ന അറിയാൻ വേണ്ടിട്ടാ, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ടാ. നമ്മുടെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് റിയാലിറ്റി ഷോയിൽ ഇതെല്ലാം ചെയ്യാറുണ്ട്. അപ്പോ ഇതെല്ലാം ചെയ്യുമ്പോ നമുക്ക് സ്കോർ കുറച്ച് കൂടുതൽ കിട്ടും. ഓ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ എനിക്ക് ഡബിൾ പേയ്മെന്റ് വേണം. ശരി, ആയിക്കോട്ടെ, നമുക്ക് നോക്കാന്നേ. ശരി, വാ. ഹലോ, ഇങ്ങനെയുള്ള ടഫ് ടാസ്ക് ഒക്കെ തന്നാലേ ഞാൻ പേടിക്കൊന്നുമില്ല. വിന്നർ ആവാൻ പോകുന്നത് ഞാനാ. ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കില്ല. ഹലോ അജിത്ത്, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? എന്താ വീട്ടിലേക്ക് വരാത്തെ? തൃശ്ശൂരിൽ വീണ എന്നോട് എന്തോ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഓ, ഇതെന്താ? ഇത് ഇനി വേറെ ഷോ ആണോ? വാ പോവാം, സമയായി. ഇല്ല, സാരമില്ല, നീ പോയിക്കോ. ഞാൻ വീണോട് സംസാരിച്ചോളാം. നീ പോയിക്കോ. എന്നാ നടക്ക്, നമുക്ക് പോയേക്കാം. സമയം കളയണ്ട. താഴെ വീണ് പോയത് ദൈവത്തിന് കൊടുക്കാൻ പാടില്ല. ഒന്നിങ്ങ് വന്നേ. അവളെ കൊന്നിട്ടേ വരുമെന്ന് പറഞ്ഞ് വലിയ ആവേശത്തിൽ ചാടിപ്പുറപ്പെട്ടു പോയവർ എന്തേ പെട്ടെന്ന് തിരിച്ചു പോന്നത്? വെറുതെ അങ്ങ് പോയി കൊന്നുകളയാൻ അവൾ സാധാരണക്കാരിയല്ല. മഹാശക്തിശാലിയായ പെണ്ണാണവൾ. നീ എന്താ ദാക്ഷായണി പറയുന്നത്? അതെ ദിഗ്വിജയ, നമ്മൾ വിചാരിച്ചതുപോലെ അവൾ ഒരു സാധാരണക്കാരിയല്ല. അവൾക്ക് ഏതോ ഒരു വിശേഷ ശക്തി തന്നെയുണ്ട്. ഞങ്ങൾ പ്രയോഗിച്ച ഘോര അഗ്നിഗോളങ്ങൾ ഞങ്ങളിലേക്ക് തന്നെ വന്നു. ഇതിന്റെ അർത്ഥം അവൾക്ക് ഏതോ ഒരു അത്ഭുത ശക്തി ഉണ്ടെന്ന് തന്നെയല്ലേ? നാഗറാണിക്കും നാഗമാണിക്യത്തിനും മാത്രമേ ആ ഘോര അഗ്നിയെ തടുക്കാനുള്ള ശക്തിയുള്ളൂ. ഇന്ന് അവൾ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ നാഗറാണി തന്നെയാ. വീണ്ടും വീണ്ടും ആ നാഗറാണിയുടെ പേര് പറയരുത്. എനിക്കത് കേൾക്കുമ്പോ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്താ വേണ്ടേ? ഈ വീട്ടിലുള്ളവൾ നാഗറാണിയാണോ അല്ലയോ എന്ന് അറിയണം, അല്ലേ? ഉത്തരം കിട്ടിയിരിക്കും. മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിരിക്കും. വെയിറ്റ് ആൻഡ് വാച്ച്. സീറോ, സത്യം പറ, ഇതൊക്കെ ഗെയിം തന്നെയല്ലേ? ഗെയിമാണെന്ന് കള്ളും പറഞ്ഞ് നീ എന്റെ അടുത്ത് കളിക്കല്ലോ അല്ലേ? നീ എന്തേ പറയുന്നേ? എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ. നിന്റെ ഭയങ്കര ഡൗട്ടാണ് ഗുരു.
ഈ ഉള്ളിലൊന്നും പുറത്ത് വേറൊന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. സത്യം പറ, ഇതെല്ലാം ഒരു നാടകമല്ലേ? അതെ, നാടകം തന്നെ. എന്നാ സത്യം എന്താണെന്ന് നിനക്കറിയോ? എന്താ? നീ എന്റെ ഭാര്യ ശിവാനിയാണ്. നീ നാഗലോകത്തെ നാഗറാണിയാണ്. നീ എനിക്ക് വേണ്ടി വന്നവളാണ്. നമ്മൾ ഒന്നിക്കുന്നത് ആഗ്രഹമില്ലാത്ത ആരോ നിന്നെ ചുട്ടെരിച്ച് കളഞ്ഞതായിരുന്നു. എന്നാലും അവിടെ നിന്നും വീണ്ടും എനിക്ക് വേണ്ടി ജനിച്ചു വന്നവളാ. എനിക്ക് ഉറപ്പായിരുന്നു നീ തിരിച്ചു വരുമെന്ന്. എനിക്കറിയാം നീ ശൈലുവല്ല, നീ എന്റെ ശിവാനിയാണെന്ന് അതെന്റെ മനസ്സ് പറയുന്നുണ്ട്. ശിവാനി, നീ എന്നെ മറന്നുപോയോ? നീ എന്നെ ഓർക്കുന്നില്ലേ? ശിവാനി, നിനക്ക് തൃശ്ശൂരിന് ഓർമ്മയില്ലേ? ഓർമ്മ വരുന്നുണ്ട്. ഞാൻ ഓടുമായിരുന്നു. ആരോ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എന്റെ തലയിൽ ആരോ അടിച്ചു. അതേ ഓർമ്മയുള്ളൂ. പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കറക്റ്റ് ആയിട്ടാണല്ലേ അഭിനയിക്കുന്നത്? ക്യാമറ എവിടെയുള്ളത്? എന്റെ അമ്മേ, എന്തായി കാണുന്നേ? ഇത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്യോ നീ? കുഴപ്പമില്ലല്ലോ, നീ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ കോമ്പറ്റീറ്റർ വേറെ ആരുമല്ല, ദേ എന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണല്ലോ. നീ നോക്ക് മോനെ, ഇങ്ങനെ ഓവർ ആക്ടിങ് ചെയ്തിട്ടേ എന്നെ അങ്ങ് ഓവർടേക്ക് ചെയ്ത് കളയാന്ന് വിചാരിക്കണ്ട കേട്ടോ. ഷോ കഴിയുമ്പോഴേക്കും ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഗുരു. പിന്നെ പേയ്മെന്റിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. പറഞ്ഞ പോലെ ഡബിൾ. ഇനി ഡോളേഴ്സിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ശിവാനിയോട് നീ തന്നെയാണ് ശിവാനി എന്ന് പറഞ്ഞാലും അവൾക്കത് മനസ്സിലാവുന്നില്ലല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അയ്യോ ഈശ്വര. അമ്മായി കുറെ നേരമായിട്ട് കണ്ണാടിയുടെ മുന്നിൽ ഇരുന്നിട്ട് വിഗ് ശരിയായിക്കൊണ്ടിരിക്കുക. അമ്മാവനാണെങ്കിൽ ഇരുന്ന് വീട് വലിച്ചോണ്ടിരിക്കുക. ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ജയിക്കാനും പോകുന്നില്ല, മുന്നോട്ടേക്ക് പോകാനും പോകുന്നില്ല, പുറത്തേക്ക് പോകാനും പോകുന്നില്ല. ഇവിടെ എല്ലാരും നല്ല കോമ്പറ്റീഷൻ മൈൻഡിലാണുള്ളത്. ആ ചെക്കനില്ലേ, എന്ത് നന്നായിട്ടാ പെർഫോം ചെയ്തെന്നറിയോ? നിങ്ങൾ രണ്ടുപേരും ആണെങ്കിലോ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി അങ്ങനെ സുഖിച്ച് ജീവിക്കാം. ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ കണ്ടൊന്ന് പഠിക്കാൻ നോക്ക്. അവരൊക്കെ എന്തൊരു നാച്ചുറൽ ആക്ടിംഗ് ആണെന്നേ. വീടിനകത്ത് എല്ലാവരുമേ തീ പോലെയല്ലേ ആക്ട് ചെയ്യുന്നേ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാലോ തീ തന്നെയല്ലേ ആക്ട് ചെയ്യാൻ വരുന്നത്. അത് എന്തൊരു കമ്പ്യൂട്ടർ സെറ്റിംഗ്സ് ആണോ, എന്തൊരു ഗ്രാഫിക്സ് ആണോ എന്തോ. ഈ വീട്ടിലുള്ള എല്ലാവരുമേ ഒന്നുമില്ല, ഇതൊന്നുമല്ല. നീ എന്തിനാ ഇങ്ങനെ വെറുതെ പേടിക്കുന്നത്? നീ ഇന്ന് പുറത്തു പോയപ്പോഴേ ഈ വീട്ടിലുള്ളവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോ അവരാരും ആക്ട് ചെയ്യുന്ന പോലെ തോന്നിയതേയില്ല. അതെ, നിങ്ങളുടെ കണ്ണിൽ ഇതൊന്നും കാണില്ല, പക്ഷെ ഞാൻ എല്ലാം കാണുന്നുണ്ട്. ഈ വീട്ടിലുള്ളവരൊക്കെ എന്തോ ഒരു ഇമോഷണൽ കണക്ഷൻ ആയിട്ട് കിടക്കുക. അതുകൊണ്ട് തന്നെ എന്റെ അമ്മോ, എന്താ അവരുടെ ഒരു പെർഫോമൻസ്, അതും ഇമോഷണൽ ആയിട്ട് റിയൽ റേഞ്ചിലല്ലേ ചെയ്യുന്നത്. അമ്മായി, നിങ്ങൾ ഒരു കാര്യം പറയുന്നു, അമ്മാവനാണെങ്കിൽ വേറൊരു കാര്യം പറയുന്നു. ഞാൻ എന്താ വിശ്വസിക്കണ്ടേ?
അതൊന്നും എനിക്കറിയില്ല മോളെ. ഇന്ന് ഈ വീട്ടുകാരുടെ സംസാരം ശ്രദ്ധിച്ചപ്പോ എനിക്കൊരു കാര്യം ബോധ്യമായി. ഈ വീട്ടിലുള്ള എല്ലാവർക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാ മോളെ. വെറും സ്നേഹമല്ല, പ്രാണൻ പോലും തരുന്ന സ്നേഹം. അങ്ങനെ തോന്നിയല്ലേ? എനിക്കും അങ്ങനെ തോന്നി. ഇനി കണ്ടോ, എല്ലാം ഞാൻ ഓവറായിട്ട് ചെയ്യും. എന്ത് ടാസ്ക് തന്നാലും അടിപൊളിയായിട്ട് ചെയ്യും ഞാൻ. എന്തിനാണെന്നറിയോ? ഇനി അങ്ങോട്ടേ നമുക്ക് ഈ പേയ്മെന്റ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ഇനി അങ്ങോട്ടേ ഈ ഷൈലുവിന്റെ റേഞ്ച് തന്നെ വേറെ ആയിരിക്കും, അവളുടെ ആക്ടിങ് പോലും വേറെ ആയിരിക്കും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എന്നെ അറിയാലോ അല്ലേ? ഞാൻ നിങ്ങളുടെ ഷൈലു. ഷൈലു എന്ന സ്റ്റൈൽ എന്ന ഷൈലു. ഇനി അങ്ങോട്ടുള്ള എന്റെ പെർഫോമൻസിനായിട്ട് വെയിറ്റ് ചെയ്യൂ. അതുപോലെ എനിക്ക് വോട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ ഫ്രണ്ട്സ്. വീണ, അജിത്ത് എവിടെയാണ് മോളെ? എവിടെയും കാണുന്നില്ല. അത് വീടേട്ടാ, അവനെ കുറിച്ചൊന്നും ചോദിക്കണ്ട എന്നോട്. അവനൊരു നല്ല മനുഷ്യനെ അല്ല. എന്താ വീണ, എന്തു പറ്റി? അജിത്ത് ശരിക്കും നല്ലൊരു മനുഷ്യനാ. ഹിസ് എ ജെന്റിൽമാൻ. പാവം എന്നോട് സംസാരിക്കാൻ വേണ്ടി എന്നെ അന്വേഷിച്ച അവിടേക്ക് വന്നിരുന്നു. ഞാനും ശിവാനിയും അവിടെ ഒന്നിച്ചിരിക്കുന്നത് അവൻ കാണുകയും ചെയ്തിരുന്നു. പ്ലീസ് ഈ കാര്യം ആരോടും പറയരുതെന്ന് അവനോട് റിക്വസ്റ്റ് ചെയ്തപ്പോ ഓക്കെ ശരിയെന്നും പറഞ്ഞത് സമ്മതിച്ചു. എന്താ വീണ, എന്തു പറ്റി? അവൻ ഏട്ടനെ കണ്ട കാര്യം മാത്രം എന്നോട് പറഞ്ഞത്. എന്നാൽ ഏട്ടത്തെ കണ്ട കാര്യം എന്നോട് പറഞ്ഞതേയില്ല. ഇവിടെ വിളിച്ചു വരുത്തി ചോദിച്ചപ്പോ തൃശ്ശൂരിൽ ഞാൻ കണ്ടിട്ടേ ഇല്ലെന്നാ എല്ലാരോടും പറഞ്ഞത്. ഞാൻ വിചാരിച്ച അവനെന്തിനാ എന്നോട് കള്ളം പറയുന്നത്, പിന്നെ വീട്ടുകാരോട് ഇങ്ങനെ പറയുന്നത്. ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഏട്ടന് തന്ന വാക്ക് കാരണം അവൻ വീട്ടുകാരുടെ മുമ്പിലും എന്റെ മുമ്പിലും ഒക്കെ ഇങ്ങനെ കള്ളം പറഞ്ഞത്. ഛേ, ഞാനിത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെ? എന്ത് പണിയാ നീ കാണിച്ചത് വീണ? അജിത്ത് വളരെ നല്ലൊരു മനുഷ്യനാ. നിനക്ക് വേണ്ടി എന്നോട് സംസാരിക്കാൻ വേണ്ടിട്ടാ അവൻ എന്നെ അന്വേഷിച്ചു വന്നത്. വീണ, അങ്ങനെയുള്ളൊരു ഫ്രണ്ടിനെ നീ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നഷ്ടപ്പെടുന്നതിന്റെ വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിപ്പോ ഫ്രണ്ടായാലും ശരി, ബന്ധുക്കളായാലും ശരി. നഷ്ടപ്പെടുത്താൻ വളരെ എളുപ്പമായിരിക്കും, പക്ഷെ നേടിയെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഒരുപാട് സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല. സോറി അജിത്, ഞാൻ വലിയൊരു തെറ്റാ ചെയ്തു പോയത്. ഓക്കേ, നോ പ്രോബ്ലം. ഇതൊക്കെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതല്ലേ. പോയി സംസാരിച്ച് സമാധാനിപ്പിക്കേ. ഓക്കെ ഏട്ടാ. സോറി അജിത്, ഞാൻ നിന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത് അജിത്. നിനക്ക് എന്നോടുള്ള സ്നേഹം ഞാൻ കാണാതെ പോയി അജിത്. ഈ ഒരു കാരണം കൊണ്ട് നീ എന്നെ വെറുക്കരുത് അജിത്, പ്ലീസ്. അതെല്ലാം പോട്ടെ വീണ, അവസാനം നീ എന്നെ മനസ്സിലാക്കിയല്ലോ. എനിക്കത് മതി. ഞാൻ എല്ലാരും ഉപേക്ഷിച്ചു വന്നത് സ്നേഹത്തിന് വേണ്ടിയാണ്. ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് പോലും നിനക്ക് വേണ്ടി തന്നെയാണ്. ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് നീ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു. നിനക്ക് ഞാൻ ആരാണെന്നറിയാം, ഏത് ലോകത്തുള്ളവനാണെന്നും അറിയാം. നിന്നിൽ നിന്ന് മൂടി വെക്കാൻ മറ്റൊന്നുമില്ല എനിക്ക്. എന്റെ യഥാർത്ഥ രൂപവും ഞാൻ നിന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഈ ഗ്രഹത്തിലുള്ളവനല്ലെന്ന് നിനക്കറിയാം. എന്നിട്ട് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞത് നിന്നെ ചതിക്കാൻ വേണ്ടിയല്ല. വീണ, ഒരിക്കലും എന്നെ വിട്ട് നീ പോകരുത്. അതിനുള്ള ശക്തി എനിക്കില്ല വീണ. നീ എന്നെ വിട്ടു പോവോ? ഇല്ല അജിത്, നീയാണ് സത്യം, എന്റെ സ്നേഹമാണ് സത്യം. ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപോയില്ല അജിത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും വീണ അജിത്തിന്റെ മാത്രമായിരിക്കും. അതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല.
ഓയ് എന്താ ഇങ്ങോട്ട് നോക്കി കിടക്കുന്നേ? കണ്ണ് കുത്തി പൊട്ടിച്ചിട്ടേ ഞാൻ ഗോലി കളിക്കാൻ എടുക്കും. മനുഷ്യ വെറുതെ കിടക്കാനും പാടില്ലേ? ആ അതെ, അത് തന്നെ ഞാനും ചോദിച്ചത്. നിനക്ക് വെറുതെ കിടക്കാൻ അറിഞ്ഞൂടാ അല്ലേ? എനിക്ക് മനസ്സിലായി, നിന്റെ പ്ലാൻ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ശിവാനി ശിവാനി എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടന്നിട്ട് സെന്റിമെന്റ്സ് കാണിച്ചിട്ട് അവളുടെ കാർഡിൽ എനിക്ക് റേഷൻ വാങ്ങി തരാനല്ലേ അല്ലേ? നോക്ക്, അങ്ങനെ എന്തെങ്കിലും സംതിങ് വിചാരിച്ചിട്ട് എന്റെ പുറകെ വന്നാലുണ്ടല്ലോ, നിന്നെ ഞാൻ കൊന്നുകളി പറഞ്ഞേക്കാം. എനിക്ക് കരാട്ടെ, കുംഫു, ജൂഡോ, കളരി എല്ലാം അറിയാം. ആ പറഞ്ഞില്ലാന്ന് വേണ്ട. അറിയാലോ. നിനക്കല്ലെങ്കിലേ കുറെ അഭ്യാസം അറിയാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് പോയടി. എന്താ കോമഡിന്നോ? എന്നെ ഈ സീനിയർ ആർട്ടിസ്റ്റിനെ നോക്കി ഇങ്ങനെയൊക്കെ വിളിക്കാറായോ നീ? ഏയ് നീ അങ്ങ് പോടാ. ചേട്ടാ ചേട്ടാ, എന്താടി നിങ്ങളൊന്ന് എണീക്കുന്നേ. അതെ, ഈ വീട്ടിൽ നിന്ന് മകുടിയുടെ നാദം കേൾക്കുന്നുണ്ട്. ഒന്നുമില്ല, ആരെങ്കിലും നാടൻ കളിക്കുന്നതായിരിക്കും. അയ്യോ അല്ല, ശരിക്കും ഞാൻ കേട്ടതാണെന്നേ. ആ എനിക്കും കേൾക്കാലോ. ഇത് കേൾക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് നാഗമണ്ഡലം നാടകമാ ഓർമ്മ വരുന്നേ. അതല്ല മനുഷ്യ, ഞാൻ ചോദിച്ചതേ ഈ മകുടിനാദം എവിടെ നിന്നായിരിക്കുമെന്ന്. അതുപോലും അറിയില്ലേ നിനക്ക്? എന്തോന്ന്? ഈ മകിടിനാദം മകിടിയിൽ നിന്നാണ് വരുന്നത്. ഉണ്ടല്ലോ, അതല്ല ചേട്ടാ, എനിക്ക് തോന്നുന്നത് ഈ മകുടിനാദം ഈ വീട്ടിൽ നിന്ന് തന്നെയാ കേക്കുന്നേന്നാ. അതെയോ? ആണല്ലോ. വാ നമുക്ക് നോക്കാം. നാശം. ഏയ് ആരാ ആരാ നിങ്ങളൊക്കെ? ആരാ നിങ്ങളോട് വരാൻ പറഞ്ഞത്? ഞാനാ വിളിപ്പിച്ചത്. എന്തിന്? അതെന്തിനാണെന്ന് വെച്ചാ ഈ വീട്ടിലേക്ക് ഒരു പാമ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? പാമ്പോ? അത് എവിടുന്ന് വന്നു? എവിടെയാ? അത് കേറി വരുന്നത് ഞാൻ തന്നെ കണ്ടത്. പിന്നെ നിങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയാ നിങ്ങളെല്ലാം പേടിക്കുന്നു കരുതി ഞാൻ തന്നെ ഇവരെ അറേഞ്ച് ചെയ്യായിരുന്നു. നല്ല ഒച്ചത്തിലൂത്. ആ പാമ്പ് എവിടെയാണെങ്കിലും പുറത്തേക്ക് വരണം. അതെ, പാമ്പ് വന്നിട്ടുണ്ടെങ്കിൽ സ്നേക് സ്പെഷ്യലിസ്റ്റുകളെയാണ് വിളിക്കേണ്ടത്, അല്ലാതെ മകിടി ഊതുന്നവരെ അല്ല വിളിക്കേണ്ടത്. ഏയ് വാട്ട് ഈസ് ദിസ്? യാ, നിങ്ങൾ ഇന്ത്യൻസ് അല്ല ഇങ്ങനെയാണോ? പാമ്പ് വരുമല്ലോ, അപ്പ എല്ലാവർക്കും മനസ്സിലാവും. അതുവരെ ഒന്ന് ക്ഷമിക്കും. ഇപ്പോൾ വന്നിരിക്കുന്നത് ശിവാനി തന്നെയാണെങ്കിൽ അവള് നാഗറാണിയായി മാറും. ഈ മകുടിനാദം സത്യമേത് മിഥ്യേതെന്ന് തീർച്ചയായും കാണിച്ചു തരും. ഇനി ഒരു പക്ഷെ അവൾ നാഗറാണിയായി വന്നില്ല എങ്കിൽ അവൾ ഒറിജിനൽ ശിവാനി അല്ലെന്നുള്ളത് കൺഫേം ആവുകയും ചെയ്യും.